കാറ്റത്ത് സൗമ്യമായി ആടുന്ന മഞ്ഞമണികളെപ്പോലുള്ള പൂക്കളും ചിത്രശലഭങ്ങളെ അനുസ്മരിപ്പിക്കുന്ന ഇലകളുമുള്ള ഒരു മനോഹര ചെടിയെ പരിചയപ്പെട്ടാലോ? ഇതാണ് മഞ്ഞമന്ദാരം. ശാസ്ത്രീയ നാമം ബൊഹീനിയ ടൊമെൻഡോസ. ഇംഗ്ലീഷിൽ ഇതിനെ യെല്ലോ ഓർക്കിഡ് ട്രീ എന്ന് വിളിക്കുന്നു. അധികം ഉയരം വയ്ക്കാത്ത ഒരു ബഹുവർഷി സസ്യമാണിത്. ചെറുമരമായോ വലിയ കുറ്റിച്ചെടിയായോ വളരുന്ന ഇനം. സാധാരണയായി മഞ്ഞമന്ദാരത്തിൻ്റെ പൂക്കളിൽ മെറൂൺ നിറത്തിലുള്ള ഒരു അടയാളം കാണാറുണ്ട്. എന്നാൽ ഈ ചെടിയുടെ പൂക്കൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇവ പൂർണ്ണമായും മഞ്ഞ നിറത്തിലുള്ളവയാണ്. ഇത്തരത്തിൽ പൂർണ്ണമായും മഞ്ഞ നിറത്തിലുള്ള പൂക്കളുള്ള മഞ്ഞമന്ദാരങ്ങളും കാണാറുണ്ട്. ഈ ചെടിയെ എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം. ആദ്യം ഇതിൻ്റെ ഇലകൾ ശ്രദ്ധിക്കൂ. അഗ്രഭാഗത്ത് ആഴത്തിൽ പിളർന്നതിനാൽ 2 ഇലകൾ പോലെ തോന്നുമെങ്കിലും ഇത് യഥാർത്ഥത്തിൽ ഒരൊറ്റ ഇലയാണ്. ഇതിൻ്റെ ഇലകൾക്ക് മറ്റൊരു കൗതുകകരമായ പ്രത്യേകത കൂടിയുണ്ട്. രാത്രിയാകുമ്പോൾ ഇലയുടെ പിളർന്ന 2 ഭാഗങ്ങളും പരസ്പരം ചേർന്നടയും. ഈ പ്രതിഭാസത്തെയാണ് നിക്റ്റിനാസ്റ്റി എന്ന് പറയുന്നത്. ഇളം മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ താഴേക്ക് തൂങ്ങിക്കിടക്കുന്നതിനാൽ ചെറിയ മണികളെപ്പോലെയാണ് കാണപ്പെടുന്നത്. പൂവിട്ട ശേഷം പച്ച നിറത്തിലുള്ള കായ്കൾ രൂപപ്പെടുന്നു. അവ വിളയുമ്പോൾ തവിട്ട് നിറമാവുകയും പൊട്ടി വിത്തുകൾ പുറത്തു വരികയും ചെയ്യും. ഈ വിത്തുകൾ ഉപയോഗിച്ചാണ് പുതിയ ചെടികൾ വളർത്തുന്നത്. വലിയ പരിചരണമോ പ്രത്യേക ശ്രദ്ധയോ ഇല്ലാതെയും നന്നായി വളരുന്ന ഒരു ചെറുമരമാണ് മഞ്ഞമന്ദാരം. നല്ല വെയിൽ ലഭിക്കുന്ന സ്ഥലങ്ങളിൽ ഇത് ധാരാളമായി പൂക്കൾ നൽകുന്നു. അനുകൂലമായ സാഹചര്യങ്ങളിൽ വർഷത്തിലെ ഭൂരിഭാഗം സമയവും ഈ ചെടി പൂത്തു നിൽക്കും. ഇടയ്ക്കിടെ കമ്പുകൾ കോതിക്കൊടുക്കുന്നത് പുതിയ ശാഖകൾ വളരാനും അധികം ഉയരം വയ്ക്കാതെ ഇടതൂർന്നു വളരാനും ഈ ചെടിയെ സഹായിക്കുന്നു. ചില നാടൻ ചികിത്സാ രീതികളിൽ ഈ ചെടിയുടെ വിവിധ ഭാഗങ്ങൾ ഉപയോഗിക്കാറുണ്ട്. കൂടാതെ ഇതിൻ്റെ പൂക്കളും ഇലകളും ഭക്ഷ്യയോഗ്യവുമാണ്. സ്ഥലപരിമിതിയുള്ള തോട്ടങ്ങളിൽ പോലും മികച്ച രീതിയിൽ വളർത്താൻ കഴിയുമെന്നതാണ് ഈ ചെടിയുടെ മറ്റൊരു സവിശേഷത. അലങ്കാര ഭംഗിയും പ്രായോഗിക ഉപയോഗങ്ങളും ഒരുപോലെ ഒത്തുചേരുന്ന മനോഹരമായൊരു സസ്യമാണ് മഞ്ഞമന്ദാരം. മറ്റൊരു ചെടി വിസ്മയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.